റഷ്യയുടെ ചാരക്കണ്ണുകൾ ഇറാനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന US താവളങ്ങളുടെ ചിത്രങ്ങളടക്കം പകർത്തി ഇറാന് കൈമാറിയതായിട്ടുള്ള കണ്ടെത്തൽ പുറത്തുവരികയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജുകൾ പകർത്തിയത് റഷ്യയുടെ ചാരക്കണ്ണുകളാണ് എന്ന ആരോപണമായിരുന്നു ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതും. ഇതോടുകൂടി തന്നെ ഇറാനെ റഷ്യ കണ്ണടച്ച് സഹായിച്ചു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണിപ്പോൾ സെലൻസ്കി തുറന്നടിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് മുന്നോടിയായി തന്നെ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ നിർണായക അമേരിക്കൻ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ ആവർത്തിച്ച് പകർത്തിയതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പകർത്തിയെടുത്തിരിക്കുകയാണ് എന്നതാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലായി തന്നെ പുറത്തു വരുന്നത്. സെലൻസ്കിയുടെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മാർച്ച് 24-നും 26-നും ഇടയിൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ വിവിധ US സഖ്യകക്ഷി താവളങ്ങളുടെയും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ശേഖരിച്ചതായി തന്നെയാണ് പറയുന്നത്. തുടർച്ചയായി റഷ്യൻ ചാരക്കണ്ണുകൾ നടത്തിയ നിരീക്ഷണം ആക്രമണത്തിന് ഇറാനെ സജ്ജമാക്കാൻ വേണ്ടിയാണ് എന്നതായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ നടപടി അമേരിക്കൻ, ബ്രിട്ടീഷ് താവളങ്ങളെയും ഗൾഫ് മേഖലയിലെ സുരക്ഷിതരായി അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നവയാണ് എന്നതും ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. മാർച്ച് 24-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഹോസ് ദ്വീപ് സമൂഹത്തിലുള്ള ഡീഗോ ഗാഷ്യസിലെ US-UK സംയുക്ത സൈനിക താവളത്തിന്റെ ചിത്രങ്ങൾ രഹസ്യ നീക്കത്തിൽ ഉൾപ്പെടെ തന്നെ റഷ്യ ഒപ്പിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മാർച്ച് 26-നാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു US സൗദി സേനകൾ സംയുക്തമായി ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചത്. ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസമായ മാർച്ച് 20, 23, 25 തീയതികളിൽ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ എയർബേസിന്റെ ചിത്രങ്ങൾ പകർത്തിയതായി തന്നെ സെലൻസ്കി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. റഷ്യൻ ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശം തുടർച്ചയായി തന്നെ ചിത്രീകരിക്കുന്നത് ആക്രമിക്കാനുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ സൂചനയാണ്. ഒരു തവണ ചിത്രം പകർത്തുന്നത് തയ്യാറെടുപ്പിൻ്റെയും രണ്ടാം തവണ പകർത്തിയാൽ അത് വലിയ രീതിയിലൊരു സിമുലേഷൻ്റെയും ഭാഗമായി തന്നെയാണ് എന്നതാണ് സെലൻസ്കി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാമതും ചിത്രം പകർത്തിയാൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അവിടെ ആക്രമണം നടക്കുമെന്നും തങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് അവകാശപ്പെടുന്നതെന്നും സെലൻസ്കി പറയുന്നു. മാത്രമല്ല, റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് 100% ഉറപ്പുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം റഷ്യയുടെ താല്പര്യമാണ് ഇത്, റഷ്യയുടെ മാത്രം താല്പര്യമാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് പുറമെ മറ്റു പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും റഷ്യ ഇവരുടെ നിരീക്ഷണത്തിലുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാഷ്യസിലുള്ള US-UK സംയുക്ത സൈനിക കേന്ദ്രം, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, ബാർഗർ എണ്ണപ്പാടം എന്നിവ മാർച്ച് 24-ന് ഇവർ ചിത്രീകരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സൗദിയിലെ മറ്റ് പല സ്ഥലങ്ങളിലും അവിടെ എത്തുകയും അവിടെയുള്ള എല്ലാ എണ്ണപ്പാട ശേഖരങ്ങളുടെയും തന്നെ ചിത്രങ്ങൾ ഇവർ പകർത്തിയതായും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെ സഹായിക്കുന്നതിലൂടെ തന്നെ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സെലൻസ്കി നൽകുന്നത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിക്കുവാനും അതുവഴി റഷ്യയുടെ വരുമാനം ഉയർത്തുവാനും കൂടുതലായി തന്നെ സഹായിക്കും. ഇതിന്റെ ഒരു മറ പിടിച്ചുകൊണ്ടാണ് റഷ്യ ഇത്തരത്തിൽ ഇറാനെ സഹായിക്കുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. സെലൻസ്കി വലിയ രീതിയിലുള്ള ആരോപണമായി തന്നെ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.